നമസ്കാരം. എന്തൊക്കെ ചെയ്തിട്ടും എന്തെല്ലാം ബഹളം ഉണ്ടാക്കിയിട്ടും മാലിന്യ സംസ്കരണത്തിന് നമുക്കൊരു അജണ്ട ഉണ്ടായി വരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് നോക്കൂ, തിരുവനന്തപുരം മേയർ വി രാജേഷും കോർപ്പറേഷൻ കൗൺസിലർ, ഒരു വനിതയാണ്, കൗൺസിലറും കൂടി നേരിട്ടിറങ്ങി രാത്രി മാലിന്യത്തെ പിടിക്കേണ്ടി വരുന്നു. മഴയാണ്, ഇരുട്ടുണ്ട്, രാത്രിയാണ്. എന്നിട്ടും കൗൺസിലറൊക്കെ ഇനി ഭീഷണിയും വരും. കൗൺസിലറുടെയൊക്കെ നേതൃത്വത്തിൽ അത് വനിതാ കൗൺസിലറാണ്, അവരുടെ നേതൃത്വത്തിൽ മേയർ രാജേഷും അതുപോലെ തന്നെ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരും പിന്നെ ഹെൽത്ത് സ്ക്വാഡും എല്ലാം കൂടി ഇന്നലെ രാത്രി ലോറി പിടിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യങ്ങൾ, അതെല്ലാ നഗരത്തിനും കേരളത്തിൽ ബാധകമാണ്, പക്ഷേ തിരുവനന്തപുരം നഗരത്തിലാണ് നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്യുന്നൊരു വിഷയം. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യങ്ങൾ എന്താണ് ശരിക്കും ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ പുഴകളും തോടുകളും കനാലുകളും പാർവതി പുത്തനാറും ആമഴിഞ്ഞ തോടൊക്കെ ഇങ്ങനെ വൃത്തികേടാകുന്നത്, ഇത്രയും മാലിന്യ വാഹിനികളായി മാറുന്നത്, മാലിന്യ പുഴകളായി മാറുന്നത്? സമ്പൂർണമായും അതിൻ്റെ ഉത്തരവാദിത്വം മാലിന്യ സംസ്കരണ രംഗത്തുള്ള പരാജയമാണ്. പക്ഷേ ഒരു പരിധിയില്ലേ, രാത്രികാലങ്ങളിൽ കോഴിയിറച്ചിയുടെ വേസ്റ്റുകളെല്ലാം കൂടി ലോറിയിലാക്കി എടുത്തുകൊണ്ട് വന്ന് കളയുന്നു. ഞാനിത് വളരെ കൃത്യമായി ഒന്ന് മോണിറ്റർ ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം പല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന്, ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ അത്ര മാലിന്യം, ബസ് സ്റ്റേഷനിൽ ഹോട്ടലുകൾ, കടകൾ ഒരുപാടുണ്ട്. അവിടെയുള്ള മാലിന്യങ്ങൾ, പൊതുസ്ഥലത്തെ മാലിന്യങ്ങൾ, ഇതൊക്കെ എടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ഏജൻസികളുണ്ട്. അവർ വന്ന് ഒരു ബക്കറ്റോ അല്ലെങ്കിൽ ഒരു വലിയ ഡ്രം നിറച്ച് അവരെടുത്തോണ്ട് അടുത്ത ഡ്രം വെച്ച് ഇത് എടുത്തുകൊണ്ട് പോയാൽ അവരെവിടെയാണ് കളയുന്നതെന്ന് ഒന്ന് കോർപ്പറേഷൻ ട്രേസ് ചെയ്താൽ നന്നായിരിക്കും. അവരുടെ പിറകെ തന്നെ പിടിക്കണം ഈ ഏജൻസികളുടെ. അവരെവിടെയാണ് ഇത് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒന്നുകിൽ ബയോഗ്യാസിൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ പിന്നെ ഫാക്ടറി വേണം, അല്ലെങ്കിൽ അങ്ങനെ ജൈവവളമാണെങ്കിൽ വെർമി കമ്പോസ്റ്റ്, എന്തെങ്കിലും ഒരു പ്രോസസ്സിലല്ലേ ഇത് ചെയ്യേണ്ടത്. ആ പ്രോസസ്സ് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതെവിടെയോ കളയുന്നു എന്നുള്ളതാണ്. കളയുന്നത് പ്രധാനമായി നദികളിലും തോടുകളിലുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പുഴകളും നദികളും തോടുകളും, ആമഴിഞ്ചാൻ തോടും പാർവതി പുത്തനാറും പട്ടം തോടും ഉള്ളൂർ തോടും മുഴുവൻ തോടുകളും മലിനമായി കിടക്കുന്നതിൻ്റെ കാര്യം. ഇരുട്ടിൻ്റെ മറവിൽ കൊണ്ടുപോയി ചാക്ക് തുറന്ന് അത് പുഴയിൽ ഒഴുകും. അത് കുറച്ചൊക്കെ ഒഴുകിപ്പോയി, ഇപ്പോൾ മഴക്കാലത്തോണ്ട് കുറച്ച് ഒഴുകിപ്പോവും, ബാക്കി ആ പുഴയിൽ കിടക്കും. സംഭവിക്കുന്നത് പുഴയുടെ BOD, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കുറയും. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജീവികൾക്കുണ്ടാകും. മാത്രമല്ല അത് മലിനമാകും. പരിസര ശുചീകരണത്തിന് പ്രശ്നമുണ്ട്, വായുമലിനത്തിന് പ്രശ്നമുണ്ട്, ജലമലിനത്തിന് പ്രശ്നമുണ്ട്, രോഗങ്ങളുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനൊരു ശാശ്വതമായ ഡ്രൈവ് വളരെ പ്രധാനമാണ്. എല്ലാ സ്ഥാപനങ്ങളും, പ്രത്യേകിച്ച് കോഴിയിറച്ചിയൊക്കെ ധാരാളമായി കോഴിക്കടകളുണ്ട്, ആടിൻ്റെ കടകൾ, മറക്കുന്ന കടകളുണ്ട്, പോത്തിറച്ചിയുടെ കടകളുണ്ട്, ബീഫ് കടകൾ എല്ലാം ഉണ്ട്. അതൊന്നും നമുക്ക് നിരോധിക്കാൻ പറ്റുന്നതല്ല. അല്ല അതുപോലെ മത്സ്യം മിക്കവാറും ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മത്സ്യം ആളുകൾ അവിടെ വെച്ച് തന്നെ ക്ലീൻ ചെയ്താണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അവിടെ വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാലൻസ് എല്ലാം അവിടെ തന്നെ സൂക്ഷിക്കുകയാണ്. ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ പാളയം മാർക്കറ്റിൽ, ചാല മാർക്കറ്റിൽ, പേർക്കട മാർക്കറ്റിലൊക്കെ ഈ പറയുന്ന പിന്നെ മാലിന്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഏത് ദിശയിലേക്കാണ് പോകുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കൃത്യമായി മേയറും സംഘവും രാത്രി ഇറങ്ങിയിരിക്കുന്നു. എന്തായാലും അവർ വലിയ സ്ട്രെയിനാണ് എടുക്കുന്നത് ഇതുപോലത്തെ കാര്യങ്ങളിൽ ഇത് ശരിയാക്കാൻ. പക്ഷേ മേയറോട് വളരെ സ്നേഹത്തോടു കൂടി തന്നെ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ആദരിച്ചുകൊണ്ട് തന്നെ, ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, പ്രിയപ്പെട്ട മേയറും സംഘവും അറിയേണ്ടത്, നമുക്ക് കൃത്യമായ മാലിന്യ സംസ്കരണ പ്ലാന്റുകളും കാര്യങ്ങളും വന്നുകൊണ്ടല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും, ലോറി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. നിങ്ങൾ പിടിച്ചാൽ മറ്റൊരു സ്ഥലത്ത് കൊണ്ടിടും, ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടിടും. നദികളിലെ എല്ലാ തീരങ്ങളിലും എപ്പോഴും 24 മണിക്കൂറും ക്യാമറ വെച്ച് എല്ലാ നദികളുടെയും പുഴകളുടെയും ചുറ്റും ആളെ നിർത്തി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അപ്രായോഗികതയുണ്ടല്ലോ, പ്രായോഗികമല്ലല്ലോ അത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ജലസ്രോതസ്സുകളിലേക്ക് പോകുന്നതിനെതിരെ ശക്തമായ നിലപാട് എടുക്കേണ്ടതുണ്ട്. അത് അങ്ങനെ എടുക്കണമെമ്പോൾ ഇപ്പോൾ രാത്രികൾ റെയ്ഡ് നടത്തുന്നത് നല്ലതാണ്. കാര്യം ബാക്കിയുള്ളവർ കൂടി അതൊരു പാഠമാകും, അവരത് പഠിക്കും, അവർ ഇനി ചെയ്യൂല ഒക്കെ ശരിയാണ്. പക്ഷേ ഈ മാലിന്യം എവിടെയാണ് സംസ്കരിക്കപ്പെടുന്നത് എന്നുള്ളതിനും അത് സംസ്കരിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വവും സംസ്കരിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു മോണിറ്ററിംഗ് നടത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മേയർ അക്കാര്യത്തിൽ ശ്രദ്ധിക്കും എന്ന് തോന്നുന്നു. ഇൻഡോർ മാതൃകയിലൊക്കെ ഇവിടെ തുടങ്ങുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു, അസംബ്ലിയൊക്കെ നടക്കുന്നു. തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ് ഉണ്ട്, 2 മന്ത്രിമാർ തലസ്ഥാനത്തുണ്ട്. അവരുടെയും കൂടി സഹകരണത്തോട് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സ്വച്ഛ ഭാരത് മിഷൻ്റെയും എല്ലാം കൂടി സഹായത്തോടു കൂടി വളരെ കൃത്യമായ ഒരു പ്രോസസ്സ് നടക്കണം. അത് മാലിന്യ സംസ്കരണത്തിൽ പ്രോസസ്സ് ഉണ്ടായാൽ പകുതി പ്രശ്നം പരിഹരിക്കും. നമ്മുടെ ഫ്ലഡിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും പ്രശ്നം പരിഹരിക്കും.
തമ്പാനൂരിലെയും ഈസ്റ്റ് പോർട്ടിലെയും വെള്ളക്കെട്ട് പരിഹരിക്കും. ആമഴഞ്ചാത്തോടും പാർവതി പുത്തനാർ ക്ലിയർ ആവുന്നതോടുകൂടി തിരുവനന്തപുരത്തെ പ്രശ്നങ്ങൾ പകുതിയിലധികം പരിഹരിക്കപ്പെടും. പക്ഷേ ഈ പറഞ്ഞ പോലെ രാത്രിയുടെ യാമങ്ങളിൽ കൊണ്ടുകളയുന്ന മാലിന്യത്തെ പെടുക്കാനുള്ള അതിന് തടഞ്ഞത് നല്ല കാര്യം. പക്ഷേ ഇതെവിടെ കൊണ്ട് കളയുന്നു ബാക്കി മാലിന്യം, അതിനുള്ള സൗകര്യങ്ങൾ വളരെ പ്രധാനമാണ്. അതുകൂടി ചേർത്തുകൊണ്ട് ചിന്തിക്കുമെന്ന് നമുക്ക് കരുതാം. തീർച്ചയായിട്ടും ചെയ്ത പ്രവർത്തനങ്ങൾ വളരെ മനോഹരമാണ്. മേയർക്കൊരു ബിഗ് സല്യൂട്ട്.